കഴിവുണ്ടല്ലോ, ഈ സ്വപ്നങ്ങളൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് ജയിലിൽ വെച്ച് അവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് അവന് ഉപയോഗപ്പെട്ടു. അങ്ങനെ അവിടുത്തെ ഫറവോ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് ജോസഫിനെ വിളിക്കുകയാണ് രാജാവ്. അങ്ങനെ വിളിക്കുമ്പോഴത്തേനും ജോസഫ് പറയുന്നുണ്ട്, അവിടെ വരുന്ന സമൃദ്ധിയെക്കുറിച്ചും ക്ഷാമത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പം അതിനൊരു സൊല്യൂഷനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ക്ഷാമത്തെ നമ്മൾ ഫേസ് ചെയ്യണമെങ്കിൽ സമൃദ്ധിയുടെ സമയത്ത് ധാന്യങ്ങളൊക്കെ ശേഖരിച്ച് നമ്മുടെ ഭണ്ഡാരത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ക്ഷാമത്തിൻ്റെ സമയത്ത് നമ്മുടെ രാജ്യത്തിൽ ക്ഷാമം ഉണ്ടാകാതെ എല്ലാവരും ഭക്ഷണം കഴിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇതായിരിക്കും ഇഷ്ടമായി. അങ്ങനെ രാജാവ് തന്നെ അയാളെ പ്രധാനമന്ത്രിയാക്കുകയാണ്, രാജ്യത്തിൻ്റെ ആക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ സഹോദരങ്ങളും അപ്പനും എല്ലാവരും ക്ഷാമത്തിലാകുന്നത്. അപ്പം അവൻ പറഞ്ഞു, ലോകം മുഴുവനും ക്ഷാമമാണ്. അപ്പം ഇവിടെ മാത്രം ഈജിപ്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാത്രമാണ്, ജോസഫ് ഭരിക്കുന്ന സ്ഥലത്ത് മാത്രമാണ് ഭക്ഷണം ഉള്ളത്. അപ്പോൾ എല്ലാവരും ധാന്യങ്ങൾ മേടിക്കാനായിട്ട് അവിടെ പോകുമ്പോൾ നിങ്ങളും പോയി മേടിക്കുന്ന അപ്പം പറഞ്ഞു വിടുകയാണ്. അപ്പം അങ്ങനെ പറഞ്ഞ് 3-4 പ്രാവശ്യം വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസാന ഘട്ടത്തിൽ ജോസഫ് തിരിച്ചറിയുന്നുണ്ട് ഇത് തൻ്റെ ബ്രദേഴ്സാണ്, തൻ്റെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ടെന്നൊക്കെ അറിയുമ്പോൾ അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. പൊട്ടിക്കരഞ്ഞാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ റിവീൽ ചെയ്യുന്ന സമയത്ത് അതൊരു മനോഹരമായ കാഴ്ചയായിരുന്നു. പക്ഷേ ആ സമയത്ത് ജോസഫ് ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ വിറ്റെന്നോ അല്ലെങ്കിൽ എന്നെ ഇല്ലാതാക്കാൻ നോക്കി ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം നിങ്ങളുടെ സന്തതികളുടെയൊക്കെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് ദൈവം നിങ്ങൾക്ക് മുമ്പ് എന്നെ ഇവിടെ അയച്ചത്. അതിന് നിങ്ങളൊരു നിമിത്തമായെന്നേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പം ഇവിടെ സംഭവിച്ചത് അവൻ്റെ സ്വപ്നങ്ങളുടെ ഒരു റിയൽ ഇവിടെ കാണുന്നില്ലേ നമുക്ക്. അവൻ്റെ മുമ്പിൽ അവരെല്ലാവരും വണങ്ങി നിൽക്കുകയാണ് അല്ലേ. അവൻ ഭരണാധിപനായിട്ട് നിൽക്കുന്നു. അവരുടെ മുമ്പിൽ ഇവൻ ധാന്യം മേടിക്കാൻ ഇവരൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ ഇങ്ങനെയാണ്. നമ്മളെ ഇല്ലാതാക്കാൻ ആരൊക്കെ ശ്രമിക്കുന്നുണ്ടോ, നമ്മുടെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ, നമുക്ക് സത്യസന്ധമായിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, നമ്മുടെ എഫേർട്ട് നമുക്ക്